പാർലമെന്റ് അതിക്രമ കേസിൽ കസ്റ്റഡിയിലുള്ളവരുടെ മൊബൈൽ ഫോൺ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. രാജസ്ഥാനിൽ നിന്നാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഫോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. അതേസമയം പാർലമെന്റ് അതിക്രമത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഈ മൊബൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം എവിടം വരെ എത്തി നിൽക്കുന്നു? ആദ്യം ഭീകരവാദ പ്രവർത്തനമല്ല എന്ന് പറഞ്ഞ പോലീസ് തന്നെ അത് പിന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ഇതിൽ ഇപ്പോൾ മൗനം തുടരുന്ന രീതി തന്നെയാണല്ലോ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്? പ്രധാനമന്ത്രി പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ കൂടി. തീർച്ചയായിട്ടും അക്ഷയ, ഇപ്പോഴും തെളിവെടുപ്പുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. പ്രത്യേകിച്ചും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലുള്ളത്. നിലവിൽ 6-നെയും 7 ദിവസത്തെ കസ്റ്റഡിയിൽ കോടതി വിട്ടിട്ടുണ്ട്. ഈ രാജസ്ഥാനിൽ നിന്നും പിടിയിലായിട്ടുള്ള മഹേഷ് കുമാവത്താണ് ഈ 6-ൻ. അയാളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇവരെ 6 ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലും അതല്ലാതെയുള്ള തെളിവെടുപ്പും കാര്യങ്ങളുമായിട്ടാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ രാജസ്ഥാനിലെ നഗൌരിൽ നിന്നാണ് ഈ 4 പേരുടെയും മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ മുഖ്യ ആസൂത്രകനായിട്ടുള്ള ലളിത് ജ ഒളിവിൽ താമസിച്ച സ്ഥലമാണ് ഈ രാജസ്ഥാനിലെ നഖൌർ എന്ന് പറയുന്നത്. അവിടെ വെച്ച് തന്നെയാണ് ഇന്ന് ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഒരു ഫീൽഡിൽ വെച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ ഈ മൊബൈൽ ഫോണുകളുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. അതിനകത്തു നിന്നുള്ള ഡാറ്റ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരിക്കും. എന്നാലും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ശേഖരിക്കാനുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അവരുടെ സ്വദേശമായിട്ട് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, പ്രത്യേകിച്ചും അവരുടെ മറ്റ് ബന്ധങ്ങൾ അറിയാനും അതല്ലാതെയുള്ള അവരുടെ മറ്റ് പശ്ചാത്തലം അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളേക്ക് ശേഷമോ അവരുടെ സ്വദേശങ്ങളിൽ കൂടെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് ആരംഭിക്കും എന്നുള്ള കാര്യമാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനിടയിലാണ് പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞ ഒരു ഹിന്ദി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത്തരത്തിലൊരു കാര്യം, അതായത് ഈ അതിക്രമം എന്ന് പറയുന്നത് വളരെയേറെ ഗൗരവമേറിയതാണ്. പ്രത്യേകിച്ചും പാർലമെന്റ് ആക്രമണത്തിൻ്റെ വാർഷിക ദിനത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഡൽഹിയിൽ പാർലമെന്റിൽ സംഭവിച്ചു എന്ന് പറയുന്നത് അത്രത്തോളം ഗൗരവമേറിയ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം പറയുന്നത്. മാത്രമല്ല പ്രതിപക്ഷം ഇതിൽ ഒരു രാഷ്ട്രീയം കളിച്ച് ചില വാദപ്രതിവാദങ്ങൾക്ക് പകരം അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് നിന്നാൽ അത് അന്വേഷണം വൈകിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നുള്ള കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്തായാലും ഒട്ടും കുറച്ച് കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പാർലമെൻറ്റ് അതിക്രമം എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ ആക്രമണം നടന്ന സമയത്ത് സ്പീക്കർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ എടുത്ത് കാര്യങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയില്ല എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ശരി, സുരക്ഷാ വീഴ്ച നിസ്സാരമല്ലെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷവും രാജ്യം ഒന്നടങ്കം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അത് തള്ളുന്നൊരു സാഹചര്യവുമാണ് നിലവിൽ.